ഷാജി ചേട്ടാ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ മുഖാമുഖം ഇരിക്കുകയാണ്. നമ്മുടെ ഒരുപാട് കാലഘട്ടത്തിൽ ഒരു ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഷാജി ചേട്ടനെ ഞാൻ അറിയുന്ന കാലഘട്ടം മുതൽ, ഷാജി ചേട്ടനെ ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ഷാജി ചേട്ടൻ ഒരു ബിസിനസ് കൺസൾട്ടൻ്റാണ്, മാനേജ്മെൻറ്റ് ഗുരുവാണ്, ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ യാത്ര തുടങ്ങിയത്? ശരിക്കും പറഞ്ഞാൽ ഷാജി ചേട്ടൻ്റെ പാഷൻ എന്താണ്? ഒരുപാട് കമ്പനികളെ വിജയിച്ചൊരു ചരിത്രമുണ്ട്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത്? ഷാജി ചേട്ടൻ്റെ പാഷൻ, വിജയരഹസ്യം ഒന്ന് വിശദമാക്കാമോ? എൻ്റെ ചോദ്യത്തിന് വളരെ നന്ദി. കാരണം എന്നെപ്പറ്റി പറയാൻ ഞാനൊരു വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞിരിക്കാം എന്താണെന്നുള്ളത്. ബേസിക്കലി എൻ്റെ ഇപ്പോഴത്തെ പാഷൻ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ബിസിനസ്സിന് മിസ്റ്റേക്സുകൾ വരാണ്ട് സഹായിക്കുക, ഒന്ന്. രണ്ട്, വളരെ പ്രോബ്ലത്തിൽ കിടക്കുവാണെങ്കിൽ അവരെ എത്രയും വേഗം ദ ബെസ്റ്റ് വേയിൽ ആ കമ്പനിയെയും അവരെയും സേവ് ചെയ്യുക, ടേൺ അറൗണ്ട് ചെയ്താണ്. ഇത് രണ്ടുമാണ് എൻ്റെ പാഷൻ. കമ്പനികളെ സേവ് ചെയ്യുക, അതെ, ഉള്ള കമ്പനികളെ ഡെവലപ്പ് ചെയ്യുക. പ്ലസ് ഫാമിലി ബിസിനസ്സിൽ ഞാനൊന്ന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിലിയിലുണ്ടാകുന്ന പ്രോബ്ലംസും അത് ഫോർസേ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ബേസിക്കലി നല്ല വാല്യൂ സിസ്റ്റംസ്, വിഷൻ, അതിൻ്റെ അകത്ത് പ്രൊഫഷണൽ ആൾക്കാരെ കൊണ്ടുവരിക, സക്സഷൻ പ്ലാനിങ് സക്സസ്ഫുള്ളായിട്ട് നടത്തുക, എന്നിട്ട് അത് അടുത്ത ജനറേഷന് സക്സസ്ഫുള്ളായിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു സൈക്കിളിൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു പാഷനാണ്. ഇപ്പോൾ ഇത് രണ്ടുമാണ് ചെയ്തു വരുന്നത്. ശരിക്കും ഈ മാനേജ്മെൻറ്റ് രംഗത്ത് ടേൺ അറൗണ്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കഥയുണ്ട്. ഷാജി ചേട്ടനെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവരൊരു അഡ്വൈസ് പോയി മേടിച്ചൊരു കമ്പനി, ഭയങ്കര വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പം തന്നെ കമ്പനി നശിച്ചു പോകും എന്നൊരവസ്ഥയിലിരിക്കുന്നു. അവരൊരാളുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കാൻ വേണ്ടി പോകുന്നു. ആ ആൾ അവരോട് പറയുന്നു, 10 കോടി രൂപ ഇമ്മീഡിയറ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഈ കമ്പനി രക്ഷപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ കമ്പനി ബാങ്ക്രപ്റ്റ് ആവും, കടത്തിപ്പോവും, നിങ്ങൾ വലിയ ബാധ്യതയിലേക്ക് പോകും, നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, നിങ്ങളുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന അഡ്വൈസ് കിട്ടിയതിന് ശേഷം അവർ ഭയങ്കര മെൻ്റലി ഡൗൺ ആയി. അതിനുശേഷമാണ് അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജി ചേട്ടൻ്റെ അടുത്ത് എത്തുന്നത്. പക്ഷേ ഷാജി ചേട്ടൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഒരിക്കൽ പോലും ആ കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പുതുതായിട്ട് കൊണ്ടുവന്നില്ല. പക്ഷേ ആ കമ്പനീനെ 1 വർഷം കൊണ്ട് 17 ലക്ഷം രൂപ ലാഭത്തിലാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു ആത്മഹത്യയിൽ നിന്ന് ഷാജി ചേട്ടൻ എന്നെ രക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അന്നാണ് എനിക്കൊരു കൺസൾട്ടൻസിയുടെ ഒരു പ്രാധാന്യം മനസ്സിലായത്. ഷാജി ചേട്ടൻ്റെ അറിവിൽ ഒരു കൺസൾട്ടൻസിയും ഒരു മെൻറ്ററും ഒരു ട്രെയിനറും ഒരു സംരംഭത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓരോരുത്തർക്കുള്ള റോൾ പ്ലേ എന്താണ്? ഒന്ന് വിശദമാക്കാമോ? രഘുവിൻ്റെ ക്വസ്റ്റ്യൻ ഒത്തിരി പോയിൻറ്റ്സ്, 4-5 പോയിൻറ്റ്സ് അതിൻ്റെ അകത്തുണ്ട്. കാർഡിയലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോയിൻറ്റ്സ്. അത് ഞാൻ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് രഘുവിനോട് ചോദിച്ചത് എന്തായിരുന്നു എൻ്റെ USP എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ പാഷൻ എന്താണെന്നുള്ളതാണ്. ബേസിക്കലി എൻ്റെ പാഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത് ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി എൻ്റെ സക്സസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ നോളജാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ റൂട്ട് നോളജ് ഇൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ആൻഡ് ബിസിനസ് ഫ്ലെയർ ആൻഡ് എ റൈറ്റ് പ്ലാറ്റ്ഫോം ഫോർ മീ ടു പെർഫോം വെൻ ഐ വാസ് വർക്കിംഗ് വിത്ത് കോർപ്പറേറ്റ്സ്. ഒരു വിജയമാണ് എന്നെ ഈ കൺസൾട്ടൻസി മോഡലിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മൾ കമ്പനികൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എക്സിക്യൂഷൻ പോർഷനിലാണ്. നമുക്ക് വി ഹാവ് ടു സീ റിസൾട്ട്സ്. നമ്മൾ അഡ്വൈസ് ചെയ്യുകയോ മെൻറ്റർ ചെയ്യുകയോ ഒന്നുമല്ല, നമുക്ക് റിസൾട്ട് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതിലേക്കായിട്ട് റൂട്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് നല്ലൊരു ഫെയർ അപ്രോച്ച് ചെയ്ത് നല്ലൊരു അനലിറ്റിക്കൽ മൈൻഡോട് കൂടി പലരെ അഡ്വൈസ് എടുത്തിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യിച്ച് ഒരു 10-15 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ കൺസൾട്ടൻ്റായിട്ട് എന്നെപ്പോലെ ഒരാളെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധാരണ ബിസിനസ് ആൾക്കാർക്ക് ബിസിനസ് കൺസേൺസ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു USP. ഷാജി ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്. പിന്നെ രഘു ചോദിച്ചു, ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ കിടന്ന ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷനെ എങ്ങനെ അതിനെ മാറ്റി 1 വർഷം കൊണ്ട് എങ്ങനെ മാറ്റി വരിച്ച ഒരു കേസ് രഘുവിന് അറിയാവുന്ന ഒരു കേസാണ്. നമുക്ക് രണ്ടുപേർക്കും കോമൺലി അറിയാവുന്ന ഒരു കേസാണ്. ഇതിൻ്റെ അത് ഞാനൊരു തിയറിയോടുകൂടി തുടങ്ങാം. എല്ലാ പ്രോബ്ലത്തിൽ പോകുന്ന ബിസിനസ്സുകാർക്കും എല്ലാ ഓർഗനൈസേഷനും അവരാദ്യം പറയുന്നത്, എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഒരു 10 എണ്ണമെങ്കിലും എൻ്റെ മനസ്സിലുണ്ട്. അല്ല, എല്ലാവരും പറയുന്ന ഫസ്റ്റ് പോയിന്റ് നമ്മൾ എവിടെ പോയാലും എവിടെ എൻഗേജ്മെൻറ്റിന് പോയാലും ആദ്യം പറയണത് ഈ കൺസൾട്ടൻസിയുടെ ആവശ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് കുറച്ച് പൈസയ്ക്കുള്ള കൺസൾട്ടൻസി കിട്ടിയാൽ കൊള്ളാം, എനിക്ക് പൈസ
മനസ്സിലായില്ലേ? എനിക്കൊരു 3 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ശരിയാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സാറേ, എല്ലാം പെർഫെക്റ്റ് ആണ്. ഈ പൈസയ്ക്ക് വന്നുപോയി, കാശ് വരാത്തൊരു ഒറ്റ വിഷയം, പൈസയുടെ ഷോർട്ട്. അതങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, പല ബിസിനസ്സുകാരെ എൻ്റെ മനസ്സിലുണ്ട്. ഞാനിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പൈസയ്ക്ക് പ്രോബ്ലം, ഫിനാൻസ് ഷോർട്ടേജ് എന്ന് പറയുന്നത് അതൊരു സിംറ്റം മാത്രമാണ്, അതൊരു കോസ് അല്ല. കാരണം പല മിസ്റ്റേക്കുകളോ പല പ്രോബ്ലംസോ കാണിച്ചതിൻ്റെ എൻഡ് റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാശില്ല എന്നുള്ളതാണ്, രോഗം അതല്ല. അപ്പോൾ നമ്മൾ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഫർദർ ചെക്കപ്പിനൊക്കെ പോകുന്നത്? ഇപ്പോൾ പനിക്ക് പോയി കഴിഞ്ഞാൽ പനിക്ക് മരുന്ന് കൊടുത്തു വിട്ടാൽ പോരെ, എന്തിനാണ് അവർ ബാക്കി കാര്യങ്ങൾ? ഇപ്പോൾ എവിടെയോ ഒരു റൂട്ട് കോസ് അവിടെ ഉണ്ടല്ലോ. പനി എന്ന് പറയുന്നത് ലക്ഷണമാകുന്നത് പോലെ കാശില്ലായ്മ ഒരു ലക്ഷണം, അതാണ് എൻ്റെ അനുഭവം പറയുന്നത്. അപ്പോൾ ആ പൈസ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്താവും, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർന്നു കഴിയുമ്പോൾ വീണ്ടും ആ ലക്ഷണം പൊങ്ങി വരും. അപ്പോൾ എന്താവും, ഇരട്ടി ലയബിലിറ്റി നമുക്ക് വരും. അപ്പോൾ അതൊരു പൈസ ഇല്ല എന്നുള്ളത് നമുക്കൊരു കമ്പനി ഗവേൺ ചെയ്ത് കൊണ്ടുപോകാത്തതിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായിരിക്കുന്നതാണ് ഈ സംഭവം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേസിലും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസിലും ഇതൊക്കെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ. വർഷങ്ങളായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാത്തതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ്, അതായത് അവരുടെ സോഴ്സുകളെല്ലാം നിന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റക്കായി. അപ്പോൾ ഒരേ സമയത്ത് നഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ എവിടെ നിന്നൊക്കെയോ സോഴ്സ് വരുന്നുണ്ടായിരുന്നു. ഈ സോഴ്സ് നിന്നപ്പോൾ സ്റ്റക്കായി. അപ്പോൾ കണ്ണു തുറന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫണ്ട് വേണം എന്നുള്ളതാണ് പൊതുവേ ആൾക്കാർ കാണുമ്പോൾ ഫണ്ടില്ല, ഇനി ഫണ്ടില്ലാണ്ട് നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഒരു കൺസൾട്ടൻറ്റിനനുസരിച്ച്, നമ്മളൊരു ബാങ്കിങ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എടുത്തു പോയാൽ ആ കൺസൾട്ടൻ്റ് ആദ്യം നോക്കണമെന്ന് വെച്ചാൽ എങ്ങനെ ഇവിടെ ഫണ്ട് കൊടുക്കാം, എന്ത് സെക്യൂരിറ്റി കൊടുക്കാം, എന്ത് പ്രൊജക്ഷൻ കൊടുത്തിട്ട് കൊടുക്കാം. പക്ഷേ അതല്ല, അപ്പോഴും നമ്മൾ ആ സിംറ്റത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ രംഗു ചോദിച്ച കേസിൽ നമ്മൾ എടുത്ത അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് ആദ്യം അനലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ അത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ അതിന് എത്രയോ വെർട്ടിക്കൽസ് കഴിഞ്ഞിട്ടാണ് പ്രോഡക്റ്റ്സ് പുറത്തിറങ്ങുന്നത്. അതായത് ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫണ്ടില്ലാത്ത പ്രോബ്ലത്തിന് ഫണ്ടില്ലാത്തൊരു പ്രോബ്ലം മാത്രമല്ലേ പറയാനുണ്ടാവുള്ളൂ, വേറെ എന്ത് പ്രോബ്ലം പറയണ്ടാവും. കാരണം ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് സാലറി മുടങ്ങും, എല്ലാ കാര്യങ്ങളും മുടങ്ങും. തീർച്ചയായിട്ടും. പിന്നെ ഫണ്ട് വരേണ്ടതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഫണ്ട് എവിടെ നിന്ന് കൊണ്ടുവരും? ഈ ആവശ്യങ്ങൾ മാറുന്നില്ലല്ലോ, ആവശ്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ, ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ, അതിൽ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പൊതുവേ നമ്മളൊരു അപ്രോച്ച് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണേ, അതായത് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ കേസുകളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വി ഡു എ ഓർഗനൈസേഷണൽ സ്റ്റഡി. ബേസിക്കലി നമ്മൾ ആദ്യം നോക്കുന്നത് മനുഷ്യരിലേക്കാണ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ സ്റ്റഡി റിസൾട്ടായിട്ട് നമുക്ക് വെറുതെ പോയി അതിൻ്റെ അകത്ത് ഒരു ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. കാരണം ഇറ്റ് സോ കോംപ്ലിക്കേറ്റഡ്. നമുക്ക് അറിയില്ല എവിടെ കറക്റ്റ് പ്രശ്നം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് പ്രശ്നം അല്ലെങ്കിൽ വീണ്ടും വേഴ്സ് ആവുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണ ഒരു വി മേക്ക് ആൻ ഓർഗനൈസേഷണൽ സ്റ്റഡി. ആ സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഫീലിംഗ് എന്താണ്, ആ കമ്പനിയോട് ഇഷ്ടമാണോ, എന്തുകൊണ്ട് ഈ പ്രശ്നത്തിലെത്തി, ഇതിനൊരു വൺ വേർഡ് ആൻസർ ഒന്നുമില്ല, എല്ലാവരും കയ്യിൽ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ അതിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, അതിൻ്റെ ഫൗണ്ടർ, ഹെൽമിലിരിക്കുന്ന അതിൻ്റെ മാനേജ്മെൻറ്റ്, നമ്മൾ അവരോട് ആദ്യം സംസാരിക്കും. അപ്പോൾ അവരോട് ചോദിക്കും എന്താണ് പ്രശ്നം, അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് ദ പ്രോബ്ലം, എങ്ങനെ ഇത് സംഭവിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ ധാരണ, എങ്ങനെ ഈ ജേണിയിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി, ഇപ്പം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, എന്താണ് സൊല്യൂഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഇത്രയും പേരോട് സംസാരിക്കുമ്പോൾ അല്ല, ഇത് ആദ്യം എൻ്റെ ഉടമസ്ഥനോട് സംസാരിക്കും, എൻ്റെ മാനേജറിനോട് സംസാരിക്കും. ദെൻ നമ്മൾ അവിടുത്തെ ലൈൻ മാനേജേഴ്സ് ഉണ്ട്, ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവരോട് 1 by 1 അവർ 10-15 വർഷമൊക്കെ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ഒരു വയസ്സിൽ വോയിസ് കിട്ടിയിട്ടുണ്ട്, അവരിതൊക്കെ നിശബ്ദമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും പ്രോബ്ലംസ് വരുന്നത്. ഇവരോട് 1 to 1 ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവരും ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ പറയും, ഇതാണ് എൻ്റെ കാരണം, ഇതാണ് എൻ്റെ പ്രശ്നം, അക്കോർഡിംഗ് ടു മീ ഇതാണ് എൻ്റെ കാരണം, ഇതാണ് എൻ്റെ സൊല്യൂഷൻ അക്കോർഡിംഗ് ടു ഹിം. പുള്ളിയുടെ ലിമിറ്റഡ് തിങ്ക് വെച്ച്, പക്ഷേ പുള്ളിയുടെ വെർട്ടിക്കൽ പുള്ളി ചെയ്ത്, പക്ഷേ അത് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. കാരണം പുള്ളി 15 വർഷമായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4-5 ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനോട് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനോട് നമ്മൾ സംസാരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു കോമൺ കോസ് കിട്ടും, എല്ലാവരും പറയുന്ന കോമൺ ആയിട്ടുള്ള വിഷയം. അപ്പം പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കൊരു ഇൻ്റലിജൻസ് ഉണ്ട്, നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, നമുക്കൊരു ധാരണ ഓൾറെഡി ഉണ്ട്. അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലോവർ ലെവലിലേക്ക് പോകും. ഒരേ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ 1-2 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദി പീപ്പിൾ നമ്മൾ വിളിക്കും, ഇൻക്ലൂഡിങ് ദ ലോവസ്റ്റ് പെയ്ഡ് ഓർ ലോവസ്റ്റ് എംപ്ലോയി. അവരോട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും, അവരുടെ ആൻസർ കൊടുക്കും. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു ഈ കമ്പനിയെ പറ്റി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആവാൻ കാരണം, അക്കോർഡിംഗ് ടു യു എന്താണ് സൊല്യൂഷൻ. ഇത്രയും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് ടാബ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4-5 ഇഷ്യൂസ് കിട്ടും.
ഈ ഇഷ്യൂ ആണ് അതിൻ്റെ കാർഡിയൽ ഇഷ്യൂ. ഇത് നമ്മൾ കൺവിൻസ്ഡ് ആവണം ഇത് ശരിയാണെന്നുള്ള. നമുക്ക് അത് കണ്ണടച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ കൺവിൻസ്ഡ് ആവണം. ഇത് കൂടുതലോ ഇഷ്യൂസ് ഉണ്ടാവാം. എന്നിട്ട് നമ്മൾ പ്രൊഫഷണൽ സെറ്റപ്പ്, പ്രൊഫഷണൽ ടീം ഓരോ ഏരിയയും ഒന്നിച്ച് കവർ ചെയ്യണം. ഇതൊരു ICU സിറ്റുവേഷൻ പോലെയാണ്. കവർ ചെയ്യും എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ ഈ കവർ ചെയ്ത് വരുമ്പോഴുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ജനറലി എംപ്ലോയീസിൻ്റെ മൊറയിൽ കൂടും, ബെറ്റർ ആവും. അവർ വിചാരിക്കും കമ്പനി നന്നാവാൻ പോവാണ്, അപ്പോൾ എല്ലാവരും ഗിവ് യു മൈ ദ ബെസ്റ്റ് ടു ദാറ്റ് സെറ്റപ്പ്. പിന്നെ നമ്മൾ അപ്പം തന്നെ കമ്പനിയിലെ എല്ലാവരും അഡ്രസ്സ് ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യും, മാനേജ്മെൻറ്റിനെ കൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കും. ഒരു ഔട്ട്സൈഡർ ആൾ സംസാരിക്കുന്ന കാര്യം നല്ലതാണ്. മാനേജ്മെൻറ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് നമ്മൾ ഇന്ന പ്ലാനുകൾ ഇട്ട് വേണം, യു വാണ്ട് യുവർ കോപ്പറേഷൻ. അപ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ കയ്യിലെടുക്കും. പിന്നെ ഒരു പ്രശ്നം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് നമുക്ക് ലോൺ തന്നിരിക്കണേ, അവരെ നമ്മൾ കോൺഫിഡൻസിലെടുക്കണം. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, നമുക്ക് സപ്ലയേഴ്സ് ഉണ്ട്, അവരൊക്കെ പേയ്മെൻറ്റൊക്കെ മുഴുവൻ ബ്ലോക്കായി കിടക്കുമായിരിക്കും. വർഷങ്ങളായിട്ട് പേയ്മെൻ്റ് ഒന്നും കിട്ടിക്കാണില്ല, അവർ സപ്ലൈ നിർത്തി കാണും. അവരെ കോൺഫിഡൻസിലെടുക്കണം. നമ്മുടെ ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരെ കോൺഫിഡൻസിലെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒപ്പം മൾട്ടിപ്പിൾ സ്കില്ല് വേണം. ഇത് മുകളിൽ നിന്ന് കണ്ട് ഈ മൂവ്മെൻറ്റ് കണ്ട ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഈ പോസിറ്റീവ് ട്രെൻഡ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ 50% ഓഫ് ദി പ്രോബ്ലം വിൽ ബി സോൾവ്. ഇപ്പോൾ പിന്നെ ബാങ്കുകാർ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പ്രശ്നം ചെയ്യും. ക്രെഡിറ്റേഴ്സ് നമുക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങും. സിബിലൊക്കെ പോയി കഴിഞ്ഞാലും ബാങ്കുകാർ സഹായിക്കും. അല്ല, ഓൾറെഡി അവിടെ ലോണൊക്കെ ഉള്ളതാണ്. പുതിയ ലോൺ നമുക്ക് പോകണ്ട, നമ്മുടെ പേരിൽ നമുക്കൊരു കുറച്ച് സമയം കിട്ടിയാൽ മതി. സമയം കിട്ടും അവർക്കും ആവശ്യം അതാ. അവർക്ക് എന്താ വേണ്ടേ? ഇത് ബാഡ് ഡെറ്റായി NBAക്ക് പോകണോ വേണ്ടേ? അവർക്ക് ആവശ്യം ഇത് റിവൈവ് ചെയ്യാന്നുള്ള. അപ്പോൾ ഒരു സ്ട്രോങ് മാനേജ്മെൻറ്റും സ്ട്രോങ് ഒരു കൺസൾട്ടിങ് ഗ്രൂപ്പ് ഇതിൻ്റെ കൂടുതലുണ്ട്. പ്ലസ് നമ്മൾ വേറെ കാര്യമായിട്ട് ഈ കേസ് ചെയ്തു, വീട്ടിൻ്റെ മാർക്കറ്റ് റിസർച്ച് ഓൾ ഇന്ത്യ ലെവലിൽ പ്രോഡക്റ്റ് പോകുന്നൊരു ഇതാണ്. നമ്മളൊരു സ്പെഷ്യൽ ഏജൻസിയെ വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ എന്താ നടന്നേക്കണേ, വാട്ട് ദ കസ്റ്റമർ ഫീൽ, വാട്ട് ദ ഡീലേഴ്സ് ഫീൽ, വാട്ട് ദ ഡിസ്ട്രിബ്യൂട്ടർ ഫീൽ. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി അവിടെ എന്താണ് ഗ്യാപ്പ് ഉള്ളതെന്നുള്ളത്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 2-3 മാസം കൊണ്ട് ട്രെൻഡ് മാറും. അപ്പോൾ നമുക്ക് ഈ ഫണ്ട് എന്തിനായിരുന്നു? ബാങ്കിലേക്ക് അടയ്ക്കാനും സാലറി കൊടുക്കാനും മറ്റേ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനും ഇതിനൊക്കെ കൂടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഡിഫർ ചെയ്തു. എംപ്ലോയീസിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് സാലറി വേണ്ടി 1-2 കിട്ടാത്ത സാലറി നമ്മൾ 2 പ്രാവശ്യമായിട്ട് കൊടുത്തു തുടങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ വന്നു ഫീൽ ഗുഡ് കിട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ലോസിൽ ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സാധനം നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യണേ? ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഷ്ടം ആദ്യം സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് നഷ്ടം വരാൻ പാടില്ല. എത്ര ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും? അത് ഡിപ്പെൻസ്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ കേസിൽ ഇറ്റ് ടുക്ക് അബൌട്ട് 3 months. 90 ദിവസം എടുക്കും. 3 മാസം കൊണ്ടാണ് നമുക്ക് അതിൻ്റെ കുറച്ചുകൊണ്ട് വരാൻ പറ്റി. പക്ഷേ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ 3 മാസം, 4-ാമത്തെ മാസം എന്താണ് ആയിക്കഴിഞ്ഞത്. അപ്പോൾ അതൊരു വലിയ കംഫർട്ട് സിറ്റുവേഷനാണ്. നമുക്ക് നഷ്ടം വരുന്നില്ല പൈസ. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള പൈസ എല്ലാം കുറച്ചുകൂടെ പിന്നെ ഇത് മിസ്മാനേജ്മെൻറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ ഫിനാൻസ് മാനേജ്മെൻറ്റ്, ബെറ്റർ കോസ്റ്റ് കൺട്രോൾ, ബെറ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതായത് എംപ്ലോയീസിനെ ഒന്നും ആരും ശ്രദ്ധിക്കാനുമില്ല, നോക്കാനുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ പ്രോബ്ലം വരുമ്പോൾ പല സ്ഥലത്തും നമ്മൾ കാണാറെന്ന് വെച്ചാൽ ഓരോരോ കോക്കസ് ഉണ്ടാവും. ആ കോക്കസ് ആയിരിക്കും മാനേജ് ചെയ്യണേ. അവർ തന്നെ അത് ഏറ്റെടുത്ത കമ്പനി അങ്ങ് നശിച്ചു പോകുന്നു. അപ്പോൾ അവരവരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ മാറ്റിയെടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ഈ ഒരു പിന്നെ നമുക്ക് സിറ്റുവേഷൻ ഫേവറബിളായിട്ട് വരുമ്പോൾ അതൊരു ഗോഡ്സ് ആക്ച്വലി നേച്ചേഴ്സ് ആക്റ്റാണ്. ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേവറബിളായിട്ട് വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഫേവറബിൾ സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ റൈറ്റ് ഇൻറ്റൻഷൻ വിത്ത് എ റൈറ്റ് അപ്രോച്ച്, വിത്ത് എ റൈറ്റ് പർപ്പസ്, റൈറ്റ് ആക്ഷൻസ്, അതായത് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ഈ സംഭവം ശരിയായി വരും. എത്ര കമ്പനികളെ ഇങ്ങനെ നേരെയാക്കാൻ ഷായിച്ചേണ് സാധിച്ചിട്ടുണ്ട്? മിനിമം എത്ര കമ്പനികളെ ടേൺ അറൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്? എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ICU പോലെയുള്ള കേസുകൾ ഇങ്ങനെ 8-10 നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം റീസ്ട്രക്ചറിങ് ചെയ്യാൻ പറ്റുന്നത്, അത് പോക്ക് ശരിയല്ല എന്ന് കാണുമ്പോൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കേസോടെ പറയാം. ഒരു കേസിൽ അതിൻ്റെ ഉടമസ്ഥന് മനസ്സിലായി എംപ്ലോയീസ് ഹാപ്പി അല്ല എന്ന്. ഒറ്റ ക്വസ്റ്റിനെ പുള്ളികൾ ബിസിനസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ എംപ്ലോയീസ് ഹാപ്പി അല്ല. ഈ റിയലൈസ്ഡ്. അപ്പോൾ നമ്മളുമായിട്ട് വന്ന് സംസാരിച്ചു. അപ്പോൾ നമ്മൾ പുള്ളിയായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. എങ്ങനെ ഹാപ്പി അല്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇതുപോലെ തന്നെ നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് 2-3 കറക്ഷൻസ് വേണ്ടി വന്നുള്ളൂ അവിടെ അത് ശരിയാക്കാനായിട്ട്. 2-3 കറക്ഷൻസ് ബേസിക്കലി നമ്മൾ ഈ ഓണർ ഇൻവോൾവ് ബിസിനസ്സുകളിൽ, അതായത് ഓണർ അവിടെ ബക്ക് സ്റ്റോപ്സ് ദെയർ. അത് എപ്പോഴും ഓണർ അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നല്ലതാണ്, പക്ഷെ എല്ലാവരും
ഡീൽ ചെയ്യുന്നത് ഓണറുമായിട്ടാണ്. അപ്പോൾ രാവിലെ വരുമ്പോൾ ഓണറുടെ മുഖം എങ്ങനെ ഇരിക്കണോ അതനുസരിച്ചിരിക്കും അവിടുത്തെ ക്ലൈമറ്റ്. മനസ്സിലായില്ലേ? ഒരാളോട് നോക്കി ചിരിക്കാൻ മറന്നുപോയി, അവിടെ പ്രശ്നമായി. ഇവിടെ ചിരിക്കാൻ മറന്നുപോയി, എന്നെ നോക്കി ചിരിച്ചില്ല, അവനെ നോക്കിയാണ് ചിരിച്ചു. അതെ, അവൻ എന്തോ മുറിയിലേക്ക് വിളിച്ചു. ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ചില സില്ലി കാര്യങ്ങളായും ഓണർ ഇൻവോൾവ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് മൈനർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഓണർ കാണാത്ത കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വെച്ച് എംപ്ലോയീസ് നീഡ്. ഈ ഓണറെ സംബന്ധിച്ച് ഓണർ എന്താ വിചാരിക്കണേ, ഞാൻ എല്ലാ മാസവും സാലറി കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ടൂർ പോകാൻ അയക്കുന്നുണ്ട്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫാമിലി മീറ്റ് വയ്ക്കുന്നു. നാച്ചുറലി ദർ മസ്റ്റ് ബി ഹാപ്പി. അത് അയാളെ കൊണ്ട് തീരുമാനിക്കുകയാണ് ഇത് ഹാപ്പിയാണെന്ന്. പക്ഷെ അതുകൊണ്ട് ഹാപ്പി ആവണമെന്നില്ല. ഇപ്പുറ സൈഡിൽ നിന്ന് എന്താ വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കി കൊടുത്തു. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മഹാമനസ്കത ഓണർക്കുണ്ടായി. ദെൻ സിറ്റുവേഷൻ തീർന്നു. പിന്നെ അവിടെ ചെയ്ത് നമ്മളൊരു ഒരു ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് സോ ദാറ്റ് ഇത് പെട്ടെന്ന് വന്ന് നമുക്കൊരു ഓണർക്കൊന്ന് എന്ത് ഇഷ്യൂ ആണെങ്കിലും ആലോചിക്കാനുള്ള സമയം, ദെൻ കമ്മ്യൂണിക്കേഷൻ ഇതുവഴി ചെയ്യാൻ പറ്റി. അപ്പോൾ ഒത്തിരി എംപ്ലോയീസിനാണ് പെട്ടെന്ന് ഓണർ എടുക്കുന്ന കാര്യം പറഞ്ഞതിന് പകരം GM ആയിട്ട് വന്ന് ഒരു ഹൈറാർക്കി ഉണ്ടാക്കി, സിസ്റ്റംസ് ഉണ്ടാക്കി, തിങ്സ് ആർ ഫൈൻ. അതൊരു റീസ്ട്രക്ചറിങ് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ. ഈ പല കേസുകളിലും നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണമെന്ന് വെച്ചാൽ കമ്പനികളിൽ ലാഭത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ലാഭം ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഈസ് മേക്കിംഗ് ഫോർ എക്സാമ്പിൾ 5 lakhs rupees പ്രോഫിറ്റ് പെർ മന്ത്. ഈ ലാഭം കണ്ടുകൊണ്ട് നമ്മളെല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ശരിയാവണം എന്നില്ല. അല്ല, ഒരു കമ്പനി ലാഭത്തിൽ പോകുക എന്നുള്ളതല്ലേ ശരിക്കും ശരിയല്ല ആവശ്യമാണ്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ 5 lakhs എന്ന് പറഞ്ഞ ലാഭം 15 ലക്ഷം ഉണ്ടാവേണ്ട സ്ഥലത്താണ് ഈ 5 lakhs ഉണ്ടാവണതോ ആണോ അല്ലേ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം, ശ്രദ്ധിക്കണം. ലാഭം ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഗവേണൻസ് കറക്റ്റ് ആവണമെന്ന് നോക്കണം. അല്ലെങ്കിൽ അവരുടെ നടത്തിപ്പിൽ അതെ. പക്ഷേ 5 ലക്ഷം നമുക്ക് 10-15 ലക്ഷം ലാഭം കിട്ടേണ്ട സ്ഥാനത്തായിരിക്കും ഫയൽ, ബാക്കി മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് സിസ്റ്റം കുറവുണ്ട്. അപ്പോൾ അന്നേരമാണ് നമ്മൾ ഈ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുള്ളത്. നമ്മൾ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയൊരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ ഈ കോസ്റ്റിംഗ് ഒരു സയൻറ്റിഫിക് ആയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനെ വെച്ചാൽ കോസ്റ്റൊക്കെ എനിക്കറിയാം സാറേ. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് കണ്ടുപോകാനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ്, അതിൻ്റെ അകത്തെല്ലാം കോസ്റ്റ് ഇൻവോൾവ് ചെയ്യേണ്ട, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എടുക്കണം. അത് ശരിക്കും സയൻറ്റിഫിക് ആയിട്ട് അതൊരു പ്രൊഫഷണൽ ആംഗിളിൽ എടുത്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ലോസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പും പല സ്ഥലങ്ങളിൽ ഈ ഗവേണൻസ് ഇഷ്യൂവിൽ ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റിന് ഇങ്ങനൊരു മൾട്ടിപ്പിൾ ആംഗിളിൽ അതിനെ കണ്ടതുകൊണ്ടാണ്, ആ കമ്പനിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് അത് പിന്നെ വാട്സാപ്പ് ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റിയത് വിത്തിൻ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. ഷാജിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. 10 കമ്പനിയോളം ടേൺ അറൗണ്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു. ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ പോയ ഏത് കമ്പനിയെ തിരിച്ചെടുത്തിരിക്കുന്നത്? ആ കമ്പനിയുടെ അവസ്ഥ എന്തായിരുന്നു, അതൊന്ന് പറയാൻ പറ്റും? അതിൻ്റെ അകത്ത് കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നത്. ഞാൻ കോവിഡിനെ പറ്റി 2 വാക്ക് പറയാം. കോവിഡ് പോലത്തെ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാം. തീർച്ചയായിട്ടും ഇനിയും വരാം. ഒരു അടച്ചിടേണ്ട അവസ്ഥകൾ വരാം. ഈ പാൻഡമിക് വരാം, വേറെ ഇഷ്യൂസ് വരാം, ഫ്ലഡ് വരാം, യുദ്ധങ്ങൾ വരാം, പല പ്രശ്നങ്ങളും ഇതിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു റിസ്ക് അനാലിസിസ് നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ, നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി, ഞാൻ പറഞ്ഞ മാതിരി നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്നു, നമ്മൾ എവിടെ നിൽക്കണമെന്ന് അറിയാനുള്ള റിസ്ക് അനാലിസിസ് നമ്മൾ ചെയ്യാത്ത സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ അധികം ഉണ്ടായി വരുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് കോവിഡ് വന്നു. അപ്പോൾ വെൽ മാനേജ്ഡ് കമ്പനീസിനൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പ്രോഫിറ്റ് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ലോസിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പെട്ടെന്ന് പോയിട്ടില്ല, കാരണം അവർക്ക് അതിൻ്റെ റിസർവ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബാങ്കുകാർ കണ്ടവാനം സഹായിച്ചു. അതായത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് പലരും പറഞ്ഞത്. ആർക്കാണ് ലോൺ കിട്ടാത്തത്? പ്രോപ്പറായിട്ട് അക്കൗണ്ട്സും പ്രോപ്പറായിട്ട് സിസ്റ്റംസും പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് പ്ലാൻസും ഒന്നും ഇല്ലാത്തവർക്കാണ് ലോൺ കിട്ടാത്തത്. ഇത് എനിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ബാങ്ക് ആ സമയത്ത് വന്നപ്പോൾ ഗവൺമെൻറ്റും ബാങ്ക് നന്നായിട്ട് ജെന്യുവിൻ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു. ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ജെന്യുവിൻ അല്ലാത്തവർക്ക് പൈസ കൊടുത്തത് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ സമയം തീരുമ്പോൾ പിന്നെ എങ്ങനെ റിക്കവറി വരും? കാരണം അവർക്ക് ഒരിക്കലും കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. ബാങ്കിന് ഒരു തോന്നലില്ല, കാശ് തിരിച്ചു. നോംസ് ഉണ്ടല്ലോ, ഇത് ഡിപ്പോസിറ്റേഴ്സ് മണി അല്ലേ. അപ്പോൾ അതിന് നോംസ് വെച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അവർക്ക് തോന്നുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഉത്തരവാദിത്തം ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരോടില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നോംസ് വെച്ച് സെക്യൂരിറ്റി വെച്ച്. പക്ഷേ ഉള്ളി തിങ്സ് എല്ലാം ലോങ് ടൈം കൊടുത്തു, 3-4 വർഷത്തേക്ക് ടേം ലോൺ ആക്കി കൊടുത്തു, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുത്തു, പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റിന് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴാണ് ഈ മിസ്റ്റേക്സുകളുടെ കൂമ്പാരം വരുന്നത്.
അപ്പോൾ 3-4 മാസമായിട്ട് പ്രൊഡക്ഷൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ എംപ്ലോയീസിന് സാലറി കൊടുത്തിട്ടില്ലാത്തത്, അല്ലെങ്കിൽ ആദ്യത്തെ ഇതിന് നമ്മൾ ഫുൾ സാലറി ഒരു പ്രൊഡക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ട് കുറച്ച് സാലറിയും കൂടെ കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ കൊടുക്കാൻ ഇല്ലാണ്ടാവും, അപ്പോൾ പിന്നെ എംപ്ലോയീസ് തിരിയും. ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഇവിടെ എല്ലാം നമ്മൾ ആദ്യം ചെയ്യണേ എംപ്ലോയീസിനെ ടേക്ക് ഇൻ ടു കോൺഫിഡൻസ് ആണ്. എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ കമ്പനിയായിട്ട് ആരൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അവരെയൊക്കെ കോൺഫിഡൻസിലെടുത്താൽ മാത്രമേ ഈ ഒരു ടേൺ അറൗണ്ട് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത് എത്ര എമൗണ്ട് വരെ കടത്തിൽ പോയാൽ അല്ലെങ്കിൽ എത്ര ബാധ്യതയുള്ള സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഒരു കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ? അല്ല, അത് പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് ഓഫ് ദി ദിസ് തിങ്. ഇപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു സ്ഥാപനത്തിന് 15 കോടി 20 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. അത് ഉയർത്തുക ഫസ്റ്റ് നമുക്കൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഡിസ്കസ് ചെയ്ത കേസിൽ തന്നെ ഇപ്പോൾ പ്രോഫിറ്റബിൾ ട്രെൻഡിലേക്ക് വന്നു. ഇനി ഓവർ എ പീരീഡ് ഓഫ് 1 or 2 years ലയബിലിറ്റി എല്ലാം തീരും മര്യാദയ്ക്ക് പോയാൽ അല്ല, വീണ്ടും കൂടും. മര്യാദയ്ക്ക് പോകാന്നുള്ളത് ഓണറുടെ കയ്യിലിരിക്കുന്ന കാര്യമാണല്ലോ, വീണ്ടും മാനേജ്മെന്റ് ആയിരിക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ അത് പോവില്ല എന്ന് വിശ്വസിക്കും. കാരണം എല്ലാ എംപ്ലോയീസും എല്ലാവരും സപ്പോർട്ടീവാണ്. ഒരു പാഠം പഠിച്ചു എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ പാഠമൊന്നും പഠിക്കാറില്ല. വീണ്ടും ആ പ്രോബ്ലത്തിലേക്ക് ഒത്തിരി ഇത് പോകാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സാഡ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പ്രോബ്ലത്തിൽ വരുന്ന കമ്പനിയെ നമ്മളോ നമ്മുടെ ടീമോ ശരിയാക്കി ഒരു ട്രാക്കിൽ വീണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒന്ന് ജീവൻ വെച്ചു എന്ന് കണ്ടു കഴിയുമ്പോൾ വീണ്ടും ആ മാനേജ്മെൻറ്റിനോ ഓണർക്കോ ഒരു ഈഗോ അങ്ങ് തുടങ്ങും. പുള്ളി വിചാരിക്കും ഞാൻ കൊണ്ടുവന്ന സ്ഥാപനം ഇവർ വന്നില്ലേലും ഞാൻ ചെയ്തോണ്ടാണ്, പക്ഷെ വന്നു നന്നായി ചെയ്തല്ലോ, ഇനി ഞാൻ ചെയ്തോളാം, ഇനി നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താണ് ഈ സ്ഥിതിയിലെത്തിയത്, സമ്മതിക്കില്ല. അപ്പോൾ വീണ്ടും ആ ഒരു ഈഗോ കണ്ടമാനായിട്ട് അഫക്റ്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അത് എത്താണ്ട് വരികയും. കാരണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഒരു സർട്ടൻ പ്രിൻസിപ്പിൾസും സർട്ടൻ സിസ്റ്റംസും സർട്ടൻ ഇതും വെച്ചിട്ടാണ്. അത് വീണ്ടും ഫോളോ ചെയ്ത് പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തിരിച്ചു. അങ്ങനെ കേസുകളുണ്ട്. നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് മോശമായി പോയ കേസുകളുണ്ട്. അങ്ങനെ അതും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, കേസുകളുണ്ട്. അപ്പോൾ ടേൺ അറൗണ്ട് ആണ് ഷായിച്ചേൻ്റെ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് റീസ്ട്രക്ചറിങ്. പിന്നെ ഇത് വരാണ്ട് നോക്കുക. ഇപ്പോൾ പലരും, ഞാൻ ഇത് വളരെ പോസിറ്റീവായിട്ട് പറയാം, പല ഓൺട്രപ്രനേഴ്സും അല്ലെങ്കിൽ ചിലക്കാരും നമ്മളിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഈ ഒരു പ്രൊഫഷണൽ അഡ്വൈസോട് കൂടി മാത്രം മുന്നോട്ട് പോകുന്ന ഒത്തിരി ഓൺട്രപ്രനേഴ്സും ബിസിനസ്സുകാരും സ്റ്റാർട്ടപ്സുകളുണ്ട്. എന്ത് ഡിസിഷൻ എടുത്താലും, എന്ത് സ്ട്രാറ്റജിക് ഡിസിഷൻ എടുത്താലും ഒരു ഒപ്പീനിയൻ ചോദിക്കുക, അതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് ചോദിക്കുക. ഡിസിഷൻ ഓഫ് കോഴ്സ് ദെയർ അവരുടെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു പ്രൊഫഷണൽ അഡ്വൈസോട് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഒത്തിരി മിസ്റ്റേക്കുകൾ പറ്റാണ്ട് പറയാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റനോട് ചോദിച്ചിരുന്നു, മറ്റേ കൺസൾട്ടിങ്. ഞാൻ ചോദിച്ചു, അതായത് പലപ്പോഴും ഒരു വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാറില്ല. ആരാണ് ട്രെയിനർ, ആരാണ് കൺസൾട്ടൻറ്റ്, എന്താണ് മാനേജ്മെൻറ്റ്, ഗുരുക്കളുടെ റോള്, അതൊന്ന് കൃത്യമായിട്ട് പറയാം. ആരെയാണ് ഒരു സ്ഥാപനത്തിന് എപ്പോഴും ആവശ്യം, ആരെയാണ് വല്ലപ്പോഴും ആവശ്യം, അപ്പോൾ അതെങ്ങനെയാണ് അതിനെ തരംതിരിക്കുന്നത് എന്നൊന്ന് പറയാമോ? ഇതിപ്പം ആവശ്യം ഈ പറഞ്ഞ നീഡ് ബേസ്ഡ് ആണ്. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനുള്ള ഒരാളുടെ ആവശ്യമില്ല സാറിന് ഇതിൽ ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ട് അവൻ ആരോഗ്യവാനായിട്ട് ഇരിക്കണമെന്നും കൂടെ ആലോചിക്കണം. ഹീസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക് പ്രോപ്പർലി, ഹിസ് ഫുഡ് ഹാബിറ്റ്, ഹിറ്റ് എക്സസൈസ്, എല്ലാ റൂളുകളും പാലിച്ചു പോയതുകൊണ്ടാണ് ആൾ ആരോഗ്യവാനായിട്ടിരിക്കണേ. അതെ അല്ലേ? അപ്പം അങ്ങനെ അതുപോലെ തന്നെ നന്നായിട്ട് വെൽ ഗവേൺ കമ്പനിക്ക് അതിനു മാത്രം ആവശ്യമൊന്നും പാടില്ല. പക്ഷേ ഒൺലി തിങ് ഇസ് ദേ മസ്റ്റ് ബി ഗെറ്റിംഗ് അഡ്വൈസസ്, ഫീഡ്ബാക്സ്, എവറിഥിങ് വേണ്ട സമയത്ത് ചെയ്തു പോയതുകൊണ്ടാണ് അവർ നന്നായിട്ടിരിക്കുന്നത്. അതുപോലെ ഇരിക്കുന്ന ഒരു കമ്പനിയുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലാൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പ്രോബ്ലംസ് ഉള്ളവരുടെ ടോട്ടലി ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഗ്രോത്ത് പ്ലാൻ ഉള്ളവർ എപ്പോഴും അവരുടെ ക്യാഷ് റിച്ച് ആയിരിക്കും, ക്യാഷ് അവൈലബിലിറ്റി കാണും, അവരെപ്പോഴും പോസിറ്റീവായിട്ട് അവർക്ക് സമയമുണ്ട്. അതായത് ഓരോരോ കാര്യങ്ങൾ എടുക്കാൻ, സ്ട്രാറ്റജിക്ക് ആയിട്ട് എടുക്കാൻ, ഓരോരോ ബിസിനസ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണോ, ആ പ്രോഡക്റ്റിലേക്ക് പോകണോ, ഏതെല്ലാം ഏരിയയിലേക്ക് പോകണം, ഏതെല്ലാം ടെറിട്ടറി കവർ ചെയ്യണം, ഏതെല്ലാം മോഡലിൽ എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യം ഒരു 5, 6 അല്ലെങ്കിൽ 10 ഇയേഴ്സിൻ്റെ പ്ലാൻ അവരുടെ കാണും. അവർക്ക് എല്ലാത്ത സമയമുണ്ട്, കാശുണ്ട്, എല്ലാം ഉണ്ട്. അവർ പെർഫെക്റ്റ് ആണ്. അതിൻ്റെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്കുണ്ടല്ലോ, ഒരിക്കലും പുറകോട്ട് പോകാണ്ട് വന്നിരിക്കണേ. പക്ഷേ പ്രോബ്ലംസിലുള്ളവർക്ക് ഈ രംഗൂപ്പ് ചോദിച്ച ക്വസ്റ്റിനെ പറ്റി ഞാൻ ആൻസർ ചെയ്യാം. പലർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതായത് എന്തൊക്കെയാണ് ഈ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്, കൺസൾട്ടൻ്റ് ഉണ്ട്, ട്രെയിനറുണ്ട്, മെൻറ്ററുണ്ട്, കൗൺസിലറുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ഇതെല്ലാം ഒന്നാണോ എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ? അല്ല, മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ജനറൽ ടേമാണ്.
ഇപ്പോൾ കൺസൾട്ടൻറ്റ് നമ്മൾ ആരുടെ അടുത്താണ് കൺസൾട്ട് വേണേ, ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു നോളജ് ഉള്ള ഒരാളുടെ അടുത്ത് നമ്മളൊരു കൺസൾട്ട് ചെയ്യാണ്, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ മാനദണ്ഡങ്ങളും അതിൻ്റെ ഡെപ്തും കൂടിയും കുറഞ്ഞൊക്കെ വരും, ബേസ്ഡ് ഓൺ ദി റിക്വയർമെൻറ്റ്. ഞാനൊരു ഉദാഹരണം, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു ടാക്സിൻ്റെ ഒരു ഇഷ്യൂ വരണു, ഇൻകം ടാക്സിൻ്റെ ഒരു ഇഷ്യൂ വരണു. നമ്മൾ ഇൻകം ടാക്സ് കൺസൾട്ടൻറ്റിനോ ഇൻകം ടാക്സ് റിട്ടയർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസറുടെ അടുത്തോ പോയി ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഉണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് വട്ടവർ മേ ബി നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ അപ്പോൾ ചോദിക്കണം, എൻ്റെ ഇതൊക്കെയാണ് റൂളുകൾ, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു തരും. രണ്ടാമത് ഇപ്പോൾ നമ്മൾ പിന്നെ മെൻറ്റർ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ കുറച്ച് നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മുടെ ബോസ്സായിരുന്ന ആൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ സീനിയർ ആൾ ഇവിടെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്, ഇവിടെ പറയും ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, നീ അങ്ങനെ ചെയ്താൽ അവർ നോക്കിയിട്ട് ചെയ്തത്, ഇതിൻ്റെ നിയമാവിൽ ഞാനായിരുന്നപ്പോൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ എന്നെ 2-3 കേസ് സ്റ്റഡിയൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കുറച്ച് അഡ്വൈസ് അവിടെ കിട്ടും. ഞാൻ ഈ കോച്ചിലേക്ക് ലാസ്റ്റ് വരാം. പിന്നെ ഉള്ളത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് ശരിക്കും പ്യുവർലി മനസ്സിനെ ഇപ്പോൾ നമ്മൾ പോകണ സ്ഥലം, നമ്മളിപ്പോൾ ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടായ ഒരു കൗൺസിലിങ്ങിന് പോകണം, അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ബൂസ്റ്റിംഗ് ഇത് അതെ. ഇപ്പോൾ നമ്മൾ ഈ 2 സ്ഥലത്തു നിന്നും കിട്ടിയ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മെൻ്റൽ ബൂസ്റ്റിംഗ് കോൺഫിഡൻസ് ഒക്കെ ആവശ്യമാണ്. അത് ഇതുവഴി കിട്ടും. ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും എക്സിക്യൂട്ടീവ് കോച്ച്, ബിസിനസ് കോച്ച് എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പുതിയൊരു കോൺസെപ്റ്റ്. അതൊക്കെ പണ്ടൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിലൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇങ്ങോട്ട് സാധനം വന്നു കഴിഞ്ഞു. അതൊരു 1-to-1 അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഫേസ് ടു ഫേസ് ഒരാളായിട്ട് ഫോർ എക്സാമ്പിൾ ഒരു CEO ഓഫ് ദ കമ്പനി, ജനറൽ മാനേജർ ഓഫ് ദ കമ്പനി, പുള്ളിക്ക് നമ്മൾ പണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്ന പോലത്തെ കുറേ ക്വാളിറ്റീസും കോൺഫിഡൻസും ആ ബൂസ്റ്റിങ്ങും ആ ഒരു ഏണിംഗ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തിക്കാനും എത്തിയത് പൊസിഷൻ ജസ്റ്റിഫൈ ചെയ്യാനും ഒരു മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ കമ്പനി നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. അത് ഡിസ്ചാർജ് ഇപ്പോൾ ഹൈലി പ്രൊഫഷണൽസൊക്കെ ആണെങ്കിൽ കുറച്ച്, പക്ഷേ നമുക്കൊരു ഫാമിലി മെമ്പറൊക്കെ ഇതായി. പക്ഷേ പുള്ളി ഓപ്പൺഡാണ്, അത് എനിക്ക് ഐ വാണ്ട് സപ്പോർട്ട്, ഐ നീഡ് സപ്പോർട്ട്, ഐ നീഡ് കോച്ചിങ്. അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളവർക്ക്, മനസ്സ് ഓപ്പണായവർക്ക് മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അത് ബേസിക്കലി ചെയ്യണം. നമ്മുടെ മറ്റേ കോച്ചിങ് പോലെ തന്നെയാണ്, ഇതിൻ്റെ അകത്ത് കളത്തിലിറങ്ങി കളിയില്ല. നമ്മളിപ്പോൾ എന്നാണ് നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കോച്ച്, അയാൾക്ക് കളിക്കാൻ ഇറങ്ങാൻ പറ്റില്ലല്ലോ, പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വാച്ച് ചെയ്യുക, ആ മോഡലാണ്. അപ്പോൾ ഓരോരോ കേസുകൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു കേസ് വന്നു, ഒരു കൺസൾട്ടൻസി എടുത്തു, മെൻറ്റർ എടുത്തു പോയി, ഒരു കൗൺസിലിങ്ങിന് പോയി, അതങ്ങ് തീരും. ഈ കോച്ചിങ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു 1-to-1 സപ്പോർട്ട് അവിടെ കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒത്തിരി കാര്യങ്ങൾ നോളജ് ഷെയർ ചെയ്യുന്നതുകൊണ്ടും ഇഷ്യൂസ് ഷെയർ ചെയ്യുന്നതുകൊണ്ടും ചലഞ്ചസ് ഷെയർ ചെയ്യുന്നതുകൊണ്ടും പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നതുകൊണ്ടും പെട്ടെന്ന് അതിൻ്റെ അഡ്വൈസ് കിട്ടി വരും. അതിൻ്റെ നല്ലൊരു കാലം കിട്ടിയുണ്ട്. പക്ഷേ ഇവരെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് മൾട്ടി ഫേസിറ്റഡ് പേഴ്സണാലിറ്റീസ് അല്ല എങ്കിൽ പ്രശ്നം വെച്ചാൽ ഈ ആൾക്ക് വേണ്ടത് ഓവറോൾ സപ്പോർട്ടാണ്. ഒരു സ്പെസിഫൈഡ് ടാക്സിന്റെ കേസോ ലേബർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോവിഡിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഇഷ്യൂ അല്ല, ആ പേഴ്സണെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാം അറിയാവുന്ന ഒരാളായിരിക്കണം, നന്നായിട്ട് അറിയാവുന്ന ഒരാളല്ലെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത ആളൊക്കെ അല്ലെങ്കിൽ ഇതിലേക്കില്ല. പിന്നെ അത് ഉൾക്കൊള്ളാനും അതുപോലെ ആക്ട് ചെയ്യാനുള്ള തുറന്ന മനസ്സ് ഇതുകൊണ്ട് കൂടി വേണം. പിന്നെ ട്രെയിനേഴ്സ് ബേസിക്കലി അറിയാം, അത് ക്ലാസ് റൂം തിയററ്റിക്കലാണ്. അതിൻ്റെ അത് ഒത്തിരി ഗുണങ്ങളുണ്ട്. ആ ട്രെയിനിങ്ങിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കേട്ടതെല്ലാം അവിടെ തന്നെ കേട്ട് ഒരു ബ്രഷിങ് അവിടെ നടക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് വലിയ ഇത് ട്രെയിനേഴ്സിൻ്റെ കിട്ടുമെന്ന് നമുക്കൊന്നൊരു ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും, ബ്രഷപ്പ് ചെയ്യാൻ പറ്റും. ഐഡിയാസ് കിട്ടും, കേസ് സ്റ്റഡീസ് കിട്ടും, തിയറീസ് കിട്ടും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കിട്ടും. കോച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ആളാണ്, ഒരു സപ്പോർട്ട് കിട്ടുന്ന അപ്പൊ കോച്ചാണ് ഒരു സംരംഭത്തിന് ആവശ്യം, ഒരു ബിസിനസ് കോച്ചാണ് എപ്പോഴും ആവശ്യം. ലീഡർക്ക് ആവശ്യം അതാണ്, ലീഡർക്ക് ആവശ്യം. മറ്റവർക്ക് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ പുറത്തുനിന്നുള്ള കൺസൾട്ടൻസിനെ കൊണ്ടോ ഇവരെ കൊണ്ടോ മാത്രം കമ്പനി ഓടിക്കാൻ പറ്റില്ല. നമ്മുടെ മാനേജ്മെന്റ് ഇൻ ഹൗസ് സ്ട്രെങ്തൻ ചെയ്യണം, അത് ടോപ്പിൽ നിന്ന് തുടങ്ങണം. അതിന്റെ CEO അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇതിന് മുമ്പുള്ള ഇന്റർവ്യൂ നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞ മാതിരി ഇത് ഓപ്പറേറ്റിംഗ് ഹെഡ് ഷുഡ് ബി വെരി കോമ്പിറ്റന്റ്, ഡൈനാമിക് ടു ടേക്ക് ദ കമ്പനി ഫോർവേഡ്. കാരണം അത് ഭയങ്കര ഫാസ്റ്റായിട്ടും പ്രൊഫഷണലായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓണർ അവിടെ ഇരുന്നോട്ടെ, പക്ഷേ ഈ ഒരു പോയിന്റിൽ ആരാണോ ഹി വിൽ ഹാവ് ടു ഷോ. അത് കൃത്യമായി ചെയ്താൽ മാത്രമേ കമ്പനി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ടാണ് ഞാൻ പറഞ്ഞത് 15 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉള്ള സ്ഥലത്ത് 5 ലക്ഷം കൊണ്ട് ഹാപ്പി ആയിട്ടിരുന്നാൽ പ്രശ്നം, ഈ പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടക്കുക.
ഈ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ എന്തെങ്കിലും പ്രശ്നം വരും, ഇത് ചെയ്യുമ്പോൾ ഇത് പുറകോട്ട് പോകും, അപ്പോൾ പ്രോബ്ലത്തിലെത്തും, അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പോകുന്ന സമയത്താണ് എപ്പോഴും ഒരുമാതിരി റീസണബിളായിട്ട് പോകുന്ന സമയത്ത് വോളണ്ടറി ആയിട്ട് ഈ പ്രൊഫഷണൽ സർവീസുകൾ എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഹെൽത്തി ആളെ പോലെ തന്നെ ഒരു ഹെൽത്തി എന്നാണ് കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കുകയോ അത് പിന്നെ ഹാൻഡ് ഓവർ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഷായിച്ചേട്ടൻ ഇപ്പോൾ നമ്മളോട് പറയുന്ന കാര്യം വളരെ ചുരുക്കമാണ്. ഒരു കമ്പനി എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ പോകുന്നത്? എപ്പോഴും മാനേജ്മെൻറ്റ് ലെവലിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാനേജറിയൽ ലെവൽ തൊട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മിസ് മാനേജ്മെൻറ്റ് കൊണ്ടാണ് ഒരു കമ്പനി നഷ്ടത്തിലാകുന്നത്. കൃത്യമായി മാനേജ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ കാര്യങ്ങളെയും വിശദമായി പഠിക്കുകയാണെങ്കിൽ എത്ര നഷ്ടത്തിൽ പോകുന്ന കമ്പനിയെയും ഒരു കോച്ചിൻ്റെയോ ഒരു മെൻറ്ററുടെയോ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് ടേൺ അറൗണ്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് ഒരു വിൽ പവറാണ് വേണ്ടത്, അത് ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. ഈഗോ ഇല്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ ഏത് മോശത്തിൽ പോകുന്ന അല്ലെങ്കിൽ എത്ര താഴെ പോകുന്ന ഒരു കമ്പനിയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഷായിച്ചേട്ടൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഇരുന്നതിൽ വളരെ സന്തോഷം ഷായിച്ചേട്ടൻ. താങ്ക് യു.